ഹായ് ഓൾ, ഇന്ന് എൻ്റെ കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് കേട്ടോ. മോർണിംഗിൽ ഞാൻ നിസ്കരിച്ചിരിക്കുന്നത് ഗൈസ്, അതൊന്നും ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ല, ചില ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞ്. ഫസ്റ്റ് ഞാൻ നീക്കുന്നതുകൊണ്ട് ഞാൻ ആട്ടോ കിച്ചണിൽ കയറില്ല. ആദ്യത്തെ പരിപാടി എന്നിട്ടുണ്ടെങ്കിൽ ഗ്യാസുമ്പിൽ ചോറ് വെക്കുക എന്നുള്ളതാണ്. ആ പരിപാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഗൈസ് കട്ടൻ ചായ. കട്ടൻ ചായ കിട്ടിയില്ല എനിക്ക് എന്തോ പോലെയാണ് കേട്ടോ. ഞാനാകെ സുബഹിസ്കരിക്കാൻ നീക്കുന്നതിൻ്റെ കട്ടൻ ചായക്ക് കേട്ടോ. കട്ടൻ ചായ കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള പരിപാടിക്കൊക്കെ ഒരു ഉന്മേഷമാണ് ഗൈസ്. അതെന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലാണെങ്കിലും ഞാൻ അങ്ങനെ തന്നെയാണ് ഗൈസ്. ഇവിടുത്തെ ആർക്കും അങ്ങനെ കട്ടൻ ചായൻ്റെ ഒരു നിർബന്ധം ഇല്ലാത്ത ആൾക്കാരാണ്. പക്ഷേ എനിക്ക് കട്ടൻ ചായ എന്നാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എപ്പോഴും അത്യാവശ്യം നേരത്തെ എണീക്കും കേട്ടോ. വീട്ടിലാണെങ്കിൽ സുബഹിസ്കരിച്ച് അങ്ങനെ എടുക്കല, പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഗൈസ്. എന്തോ എനിക്കറിയില്ല, ഞാൻ വേഗം നേരത്തെ എണീക്കും. ചിലപ്പോൾ എത്ര നേരം വൈകി കിടന്നാലും ഗൈസ് ഞാനൊരു അലാറം വെച്ചിട്ട് നേരത്തെ എണീക്കുന്ന ഒരാളാട്ടോ. എന്തോ ഒരു പണി ബാലൻസ് ഉണ്ട് ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഗൈസ് അലക്കാനുള്ള പരിപാടി എനിക്ക് മറന്നു പോയതില്ലേ. അങ്ങനെ അലക്കി കഴിഞ്ഞാൽ ഉടനെ ഒരു കുളി ഇപ്പോൾ ഞാൻ ഡെയിലി കുളിക്കും. അതെന്താണെന്ന് എനിക്കറിയില്ല ഗൈസ്. ഇവിടെ എത്തിയതിനു ശേഷം ഞാൻ കുളി ഭയങ്കരമാണ്, കുളിക്ക് ഭയങ്കര കൃത്യനിഷ്ഠതാണ്. ചിലപ്പോൾ ഞാൻ വീടിട്ടോ വേറെ കാര്യം. ഓക്കെ ഗായ്സ്, പിന്നെ ഞാൻ രാവിലെ എണീച്ചാൽ എനിക്ക് പത്തിരി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ. വിചാരിച്ച് ഞാൻ തിന്നില്ല എന്നൊന്നും പറയുന്നില്ല. ചിലപ്പോൾ ഇനി മേലെ എൻ്റെ പത്തിരി നിങ്ങൾ തിന്നാൻ കണ്ടാലോ. അത് കഴിഞ്ഞ് ഗൈസ് ഫുൾ ഗെറ്റ് റെഡി ആയി ഇനി പോകാൻ നിൽക്കുകയാണ് ഗൈസ്. ഞാൻ ചാറ്റൊക്കെ പറഞ്ഞ് ടിഫിൻ അപ്പോഴത്തേന് എൻ്റെ ടീം സെറ്റാക്കിയിട്ടുണ്ടാവും കേട്ടോ. അതൊക്കെ വാങ്ങി ഗൈസ് ഞാൻ ചെരുപ്പിട്ട് അപ്പോൾ തന്നെ ഒരു അടിപൊളി സൺലൈറ്റ്, ഒരു രക്ഷയില്ല കേട്ടോ. വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഓഫീസിലേക്ക് ഒരു 10 മിനിറ്റ് ദൂരമുള്ളൂ കേട്ടോ ഓഫീസിലേക്ക് നടക്കാൻ. പക്ഷേ എപ്പോഴും എന്താണെന്നറിയില്ല, 10 മിനിറ്റുള്ള അഹങ്കാരത്തിൽ എന്നറിയില്ല ഞാൻ നേരെ വൈകിട്ടാണ് ഗൈസ് എത്തുക. 9:30 ഓഫീസിലെത്തണം നിബന്ധന കേട്ടോ. പക്ഷേ അറിയില്ല എന്താണെന്നറിയില്ല ഗൈസ്, അങ്ങനെ നേരെ വൈകി പോകും. കുറച്ച് കഴിഞ്ഞ പാട് ഇന്നെന്തോ വർക്ക് കൂടുതലാണോ കുറവാണെന്ന് എനിക്ക് ഓർമ്മയില്ല ഗൈസ്. എന്തായാലും നമ്മൾ കുറച്ച് നേരം വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സംസാരിക്കും. അങ്ങനെ പിന്നെ അമൃത അങ്ങനെ ഓരോ തള്ളലിങ്ങനെ തള്ളിയിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഷിഫാനി അവിടുന്ന് രണ്ടാളും തമ്മിൽ തള്ളലിൻ്റെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കുറച്ച് കഴിഞ്ഞാൽ അമൃത അങ്ങനെ ഭയങ്കര സ്നേഹം എന്തെങ്കിലുമൊക്കെ കൊണ്ടത് തരും, അതങ്ങനെയാണ്. കുറച്ച് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലുമൊക്കെ വെച്ചും അങ്ങനെ അമൃതമാണ് ഈ പരിപാടിക്ക് കൊണ്ടുതന്നെ. പിന്നെ ഫുഡ് അത് 1 മണിയായ പിന്നെ അതിനൊരു വിട്ടുവീഴ്ചയില്ല, അതങ്ങ് കഴിച്ചിരിക്കണം, അതാണ് മസ്റ്റ്. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൈസ് നിസ്കാരം കേട്ടോ. ഇവിടെ നിസ്കാരപ്പടം അതേപോലെ തന്നെ ഷോക്സും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഒതെടുത്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിസ്കരിക്കാം. ചില സമയത്ത് ഞാൻ മീൻസ് എന്താ അറിയില്ല, ജോബിൽ തിരക്കാരണം ചിലപ്പോൾ നിസ്കാരം കിട്ടിയെന്ന് വരില്ല. അങ്ങനെ പരിപാടി കഴിഞ്ഞപ്പോൾ പിന്നെ കാത്തിരിക്കാം കേട്ടോ. അമൃതനോട് നോക്കാൻ പറഞ്ഞപ്പോൾ അമൃത നോക്കുന്നേ ഇല്ല കണ്ടോ ഗൈസ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപാട് ഒരു കുഞ്ഞ് ഷൂട്ട് ഉണ്ടായിരുന്നു. ആ ഷൂട്ട് ഒരു ഇൻട്രോ വീഡിയോ ആണ്. അതിൻ്റെ മുന്നിലുള്ള പരിപാടികളാണ് കണ്ടിരുന്നത്. ഷിഫർ ലിപ്സ്റ്റിക് കൊണ്ടുവന്നിരുന്നു. ഷിഫ് എങ്ങനെയാണ് ഓരോന്നിങ്ങനെ ഷിഫർ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആട്ടോ. ഓരോന്നിങ്ങനെ കൊണ്ടുവന്നിങ്ങനെ നമ്മൾ മേത്ത് ഇങ്ങനെ ടെസ്റ്റ് ചെയ്തെടുക്കും, ഇതെങ്ങനെ അടിപൊളിയാണോ ഇതങ്ങനെ അടിപൊളിയാണോ. അതിന് ശേഷമാണ് ഗൈസ്. പക്ഷേ ആ ലിപ്സ്റ്റിക് എനിക്ക് മാച്ചില്ല, അതുകൊണ്ട് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടോ ലിപ്സ്റ്റിക്ക്, അത് തന്നെ കേട്ടോ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഗൈസ് ഒരു ഇൻട്രോ വീഡിയോ ആണ്. പക്ഷെ എന്താ സീൻ വെച്ചെങ്കിൽ എനിക്ക് കണ്ടൻറ്റ് കുറവായിരുന്നു, അതുകൊണ്ട് ഗൈസ് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് വന്നു. പക്ഷെ നല്ല രസമുണ്ട് ഗൈസ്. ഞാനിങ്ങനെ നോക്കിയൊന്നും സ്വന്തം വീട് നമ്മളെ തന്നെ അങ്ങോട്ട് പുകത്താനുള്ള ഗൈസ്. അതാണല്ലോ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞു. ഞാൻ ആ വീഡിയോ കാണാണ് ഗൈസ്. എന്താ പറയുക, എനിക്കിഷ്ടമായി, വേറെ ഒന്നും പറയില്ല ഗൈസ്. അങ്ങനെ ഗൈസ് കുറച്ച് നേരം നമ്മൾ വീഡിയോയും കണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ചിലപ്പോൾ വീഡിയോ ഉണ്ടാകുന്ന സമയത്ത് വർക്ക് പെൻഡിങ് ആവട്ടോ. അത് കഴിഞ്ഞ ശേഷം ഗൈസ് നമുക്ക് പോകണ്ടേ, കുറേ നേരമല്ലോ. അങ്ങനെ പഞ്ചിങ് ഞാൻ ചെയ്യാൻ പോകുമ്പോൾ എപ്പോഴും മറക്കും. അതെന്താണെന്ന് എനിക്കറിയില്ല, പഞ്ച് ചെയ്യാൻ എപ്പോഴും വന്ന് ഒരു 3 ദിവസം ഞാൻ പഞ്ച് ചെയ്യാൻ മറന്നതെന്ന് തോന്നുന്നു. അങ്ങനെ ഗൈസ് നമ്മുടെ ഹോമെത്തി, ഇനി വീട്ടിലേക്ക് കയറാൻ പോകാം. സോറി ഗൈസ്, ഹോമല്ല PG. അങ്ങനെ വീട്ടിലേക്ക് കയറി കണ്ടോ, അടിപൊളിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു വ്യൂ. ആൻഡ് ഗൈസ് ഈ നെക്സ്റ്റ് വീഡിയോ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ്.